നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 12 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് റിമാൻഡിൽ കഴിയുന്ന യുവതിക്കെതിരെ വീണ്ടും പോക്സോ കേസ്. സ്നേഹ മെർലിൻ എന്ന യുവതി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം നടത്തിയ കേസ് കുറച്ച് ദിവസങ്ങൾ മുൻപ് നമ്മൾ അറിഞ്ഞതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. തളിപ്പറമ്പിൽ കഴിഞ്ഞ മാസം അറസ്റ്റിലായ സ്നേഹ മെർലിനെതിരെയാണ് വീണ്ടും കേസെടുത്തിരിക്കുന്നത്. അതിജീവിതയായ 12-കാരിയുടെ സഹോദരനെയും സ്നേഹ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നാണ് കണ്ടെത്തൽ. മാത്രമല്ല, നിർബന്ധിച്ച് ലൈംഗികമായി ഉപയോഗിച്ചു എന്നാണ് പെൺകുട്ടിയുടെ സഹോദരനായ 15-കാരൻ മൊഴി നൽകിയിരിക്കുന്നത്. വിവരം കുട്ടി തന്നെയാണ് വീട്ടുകാരോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കഴിഞ്ഞ മാസമാണ് 23-കാരിയായ സ്നേഹയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കുട്ടികളെയാണ് സ്നേഹ പീഡനത്തിനിരയാക്കിയത് എന്നാണ് പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഈ വിവരം പുറത്തറിയാൻ കാരണം 12-കാരിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയിരുന്നു. ഇതിൽ അധ്യാപകർ രക്ഷിതാക്കളെ വിവരം അറിയിച്ചു. തുടർന്ന് നടത്തിയ ആ കൗൺസിലിംഗിലാണ് ഈ പെൺകുട്ടി പീഡന വിവരം പുറത്തു പറഞ്ഞത്. സ്നേഹ മെർലിനെതിരെ നേരത്തെയും സമാനമായ രീതിയിലുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു അടിപിടി കേസിലും ഇവർ പ്രതിയാണ്. സ്കൂളിൽ വെച്ച് 12 വയസ്സുകാരിയുടെ ബാഗ് അധ്യാപിക പരിശോധിച്ചപ്പോഴാണ് വിവരങ്ങൾ പുറം ലോകത്തേക്ക് വന്നത്. ബാഗിൽ നിന്ന് കിട്ടിയ മൊബൈൽ ഫോണിൽ സംശയാസ്പദമായ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ഇതേ തുടർന്ന് അധ്യാപിക വിവരം ചൈൽഡ് ലൈനിൽ അറിയിച്ചു. തുടർന്ന് നടത്തിയ കൗൺസിലിംഗിലാണ് കുട്ടി പീഡന വിവരം തുറന്നു പറഞ്ഞത്. നിർബന്ധിച്ച് ലൈംഗികമായി ഉപയോഗിച്ചു എന്നാണ് പെൺകുട്ടിയുടെ സഹോദരനായ 15-കാരന്റെ മൊഴി. ഫെബ്രുവരിയിലായിരുന്നു സ്നേഹ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. സ്നേഹയുടെ പേരിൽ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ മുൻപും പോക്സോ കേസുണ്ട്. CPI കണ്ണൂർ ജില്ലാ കൗൺസിൽ അംഗം K മുരളീധരനെ ആക്രമിച്ച കേസിലും സ്നേഹ പ്രതിയാണ്. പോക്സോ നിയമപ്രകാരം പുളിപ്പറമ്പ് സ്വദേശി സ്നേഹ മെർലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പലതവണയാണ് പെൺകുട്ടി പീഡനത്തിനിരയായത് എന്നാണ് പോലീസ് അറിയിച്ചത്. പ്രതിയായ സ്നേഹ മെർലിൻ പെൺകുട്ടിക്ക് സ്വർണ്ണ ബ്രേസ്ലെറ്റ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ നൽകിയിരുന്നതായും വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. 12-കാരിയെ കുട്ടിക്ക് പുറമെ 14 വയസ്സുള്ള ആൺകുട്ടിയെയും സ്നേഹ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നതാണ്. പീഡിപ്പിച്ചതിന്റെ വീഡിയോ ചിത്രീകരിക്കുകയും പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ ഈ ദൃശ്യങ്ങൾ കാട്ടി ആൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തുവന്നതാണ്. എന്തായാലും നമ്മുടെ കുട്ടികളൊക്കെ എത്രത്തോളം സുരക്ഷിതരാണ് പുറത്തിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ അവരെ എത്രത്തോളം നമ്മൾ കരുതേണ്ടതുണ്ട്, അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവമായി ഇത് മാറിയിരുന്നു. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ഏറ്റവും ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്നത് അധ്യാപകർക്കാണ്. അധ്യാപകർക്ക് കുട്ടികളുടെ സ്വഭാവ രൂപവൽക്കരണത്തിലും സുരക്ഷിതത്വത്തിലും വലിയ സ്വാധീനം ചെലുത്താനാകും. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തടയാൻ തീർച്ചയായിട്ടും വീട്ടുകാരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്കൂളിലെ അധ്യാപകരും ശ്രദ്ധിക്കണം. കുട്ടികളെയൊക്കെ ഒരുപാട് കെയർ ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവമായി ഇത് മാറിയിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ സ്നേഹ മെർലിൻ വീണ്ടും ഇത്തരത്തിൽ കുട്ടികളെ ചൂഷണം ചെയ്തിരുന്നു എന്നതടക്കമുള്ള നടക്കുന്ന ഒരു വാർത്തകൾ തന്നെയാണ് വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.